ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആറ്റം എന്നുള്ള ടോപ്പിക്കാണ്. നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഇലക്ട്രോൺ വിന്യാസം അല്ലേ? അപ്പോൾ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതാം, എങ്ങനെയൊക്കെയാണ് ഇലക്ട്രോൺ വിന്യാസം വരിക എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് എഴുതുന്നതിന് മുന്നേ നിങ്ങളൊരു 3 നിയമങ്ങൾ നിങ്ങൾ അറിയണം, 3 പ്രിൻസിപ്പിൾ നിങ്ങൾ അറിയണം. ആ 3 എണ്ണമാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ഒന്നാമത്തത് ഓഫ് ബാ പ്രിൻസിപ്പിൾ. നിങ്ങൾക്ക് ആഫ് ബാ എന്നും വായിക്കാം കേട്ടോ. ആഫ് ബാ തത്വം, ഓഫ് ബാ തത്വം എന്നൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഓഫ് ബാ പ്രിൻസിപ്പിൾ. രണ്ടാമത്തത് പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. മൂന്നാമത്തത് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. ഇത് പേരൊന്നും കേട്ടിട്ട് ആരും പേടിക്കേണ്ട. ഈ പ്രിൻസിപ്പിൾ എന്താണെന്ന് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും കേട്ടോ. ഓരോന്നും എന്താണെന്നുള്ളത് എഴുതാൻ വേണ്ടിയിട്ട് പറയും. അപ്പം നമുക്ക് ആദ്യമായിട്ട് ഓഫ് ബാ അല്ലെങ്കിൽ ആഫ് ബാ പ്രിൻസിപ്പിൾ നമുക്ക് നോക്കാം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഓർബിറ്റൽ ആർ ഫിൽഡ് ഇൻ ഓർഡർ ഓഫ് എ ഇൻക്രീസിങ് എനർജീസ്. ഈ സെൻറ്റൻസ് മാത്രം കാണാതെ പഠിക്കുക. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദി ഓർബിറ്റൽസ് ആർ ഫിൽഡ് ഇൻ ഓർഡർ ഓഫ് ഇൻക്രീസിങ് എനർജി. ഓർബിറ്റൽസിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് ഇൻക്രീസിങ് ഓർഡറിലാണ്, എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിൽ. അതായത് ഇൻക്രീസിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ആരോഹണ ക്രമത്തിൽ ഏറ്റവും കുറവ് എനർജി ഉള്ള ഓർബിറ്റൽ ആദ്യം ഫില്ല് ചെയ്യും, പിന്നെ അതിൻ്റെ തൊട്ട് മേലുള്ളത്, അങ്ങനെ കൂടി വരുന്ന ക്രമത്തിലാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുക. ആ ഓർഡറാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ആദ്യം ഫില്ല് ചെയ്യുന്നത് 1sലാണ്. ഈ ഓർഡർ നിങ്ങൾക്ക് പഠിക്കണം, കാരണം നിങ്ങൾക്ക് ഇലക്ട്രോൺ വിന്യാസം എഴുതാനുണ്ട്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഓർഡർ പഠിക്കണം. അപ്പോൾ 1s 2s 2p 3s 3p 4s 3d എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിത് കറക്റ്റായിട്ട് പഠിക്കണം. ഈ ഓർഡർ കറക്റ്റായിട്ട് പഠിക്കണം. ഈ ഓർഡർ എങ്ങനെയാണ് വരിക എന്നുള്ളത് പിക്ചറിൽ കാണിച്ചിട്ടുണ്ട് കണ്ടോ. പിന്നെ താഴെ എഴുതി പോയിട്ട് ആരോ മാർക്ക് ഇട്ട് കണ്ടോ. ആദ്യം 1s എഴുതുക. 1sൽ പിന്നെ ഓർബിറ്റൽസ് ഒന്നുമില്ല. പിന്നെ 2sലാണ് 2sൽ 2sഉം 2p ആണുള്ളത്. അതിൻ്റെ താഴെ 3sഉം 3pയും 3dയും വരും. എന്നിട്ട് ഇങ്ങനെ ആരോ മാർക്ക് ഇട്ട് കണ്ടിട്ടില്ലേ, അത് പഠിക്കണമെന്നില്ല. നിങ്ങൾക്ക് ഈ ഓർഡർ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിന് മെത്തേഡാണ്. നിങ്ങളിപ്പോൾ തൽക്കാലം ഈ ഓർഡർ അങ്ങ് കാണാതെ പഠിക്കുക. അറ്റ്ലീസ്റ്റ് 3d വരെയെങ്കിലും പഠിക്കുക. 1s 2s 2p 3s 3p 4s 3d. ആ ഓർഡർ ഒന്ന് പഠിച്ചു വയ്ക്കുക. അതുവരെ ഉള്ളത് ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ നിങ്ങൾക്ക് ചോദിക്കും. അപ്പോൾ അത്രയും വരെ ഒന്ന് കാണാതെ പഠിക്കുക ആ ഓർഡർ. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ ഇത് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ആഫ് ബാ പ്രിൻസിപ്പിൾ എന്താ പറഞ്ഞത്? ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് എനർജി കൂടി വരുന്ന ക്രമത്തിലാണ്. ഏറ്റവും കുറവ് എനർജിയുള്ള ഓർബിറ്റൽ ആദ്യം ഫില്ല് ചെയ്യും, പിന്നെ അങ്ങനെ കൂടി വരുന്ന ക്രമത്തിലാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കുറവ് എനർജി ഉള്ളത് 1sനാണ്. അപ്പോൾ 1sൽ ആദ്യം ഫില്ല് ചെയ്യും, പിന്നെ 2s ആണ്, 2sൽ ഫില്ല് ചെയ്യും. അങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ഓർഡർ പഠിക്കണം കേട്ടോ. ആ ഇൻക്രീസിങ് ഓർഡർ പഠിക്കണം. അറ്റ്ലീസ്റ്റ് 3d വരെയെങ്കിലും നിങ്ങളത് പഠിച്ചിരിക്കണം. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ പ്രിൻസിപ്പിൾ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കോണ്ടന്റ് നമ്പേഴ്സ് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? 4 സെറ്റ് കോണ്ടന്റ് നമ്പർ ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് നോ 2 ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ക്യാൻ ഹാവ് ദി സെയിം സെറ്റ് ഓഫ് 4 കോണ്ടന്റ് നമ്പേഴ്സ്. ഒരു ആറ്റത്തിലെ 2 ഇലക്ട്രോണിന്, ഇപ്പോൾ ഒരു ഇലക്ട്രോണിന് ഒരു സെറ്റ് കോണ്ടന്റ് നമ്പേഴ്സ് ഉണ്ടാവും, അതേപോലെ മറ്റേ ഇലക്ട്രോണും ഉണ്ടാവും. പക്ഷേ ഈ 2 കോണ്ടന്റ് നമ്പേഴ്സും ഒരിക്കലും സെയിം ആവില്ല. ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് വ്യത്യസ്തമായിരിക്കും. ഓക്കെ, 4 കോണ്ടന്റ് നമ്പേഴ്സും ഒരേപോലെ വരുന്ന 2 ഇലക്ട്രോൺസ് ആറ്റത്തിൽ ഉണ്ടാവില്ല എന്നതാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറഞ്ഞത്. ഒന്നും കൂടി പറഞ്ഞുതരാം. 4 കോണ്ടന്റ് നമ്പേഴ്സും ഒരേപോലെയുള്ള 2 ഇലക്ട്രോൺസ് ആറ്റത്തിൽ ഉണ്ടാവില്ല. ഓരോ ഇലക്ട്രോണിനും ഓരോ കോണ്ടന്റ് നമ്പേഴ്സ് ആയിരിക്കും. ഇപ്പം അഡ്രസ്സാണ് കോണ്ടന്റ് നമ്പേഴ്സ് എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ അഡ്രസ്സ് എനിക്ക് മാത്രമുള്ളതാണ്, അതേ അഡ്രസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അതേപോലെ തന്നെയാണ് ഒരു ഇലക്ട്രോണിന് 4 കോണ്ടന്റ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് ആ ഇലക്ട്രോണിൻ്റെ മാത്രമാണ്, മറ്റൊരു ഇലക്ട്രോണിന് അതേപോലെ ഉണ്ടാവില്ല എന്നതാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറഞ്ഞത്. ഇനി മൂന്നാമത്തെ റൂള് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്ന റൂളാണ്. ഹൺസ് റൂൾ എന്ന് പറയുന്നത് 2 പോയിന്റുകളാക്കിയിട്ടാണ് പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് എവറി ഓർബിറ്റൽ ഇൻ എ സബ് ലെവൽ ഈസ് സിംഗ്ലി ഓക്കുപ്പൈഡ് ബിഫോർ എനി ഓർബിറ്റൽ ഈസ് ഡബ്ലി ഓക്കുപ്പൈഡ്. ഒന്നുമില്ല, ഇപ്പോൾ ഇലക്ട്രോൺസ് ഇപ്പോൾ പി ഓർബിറ്റിൽ 3 എണ്ണം ഉണ്ട് എന്ന് ഞാൻ ഓർബിറ്റിൽ എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. PX PY PZ അല്ലേ? അപ്പോൾ
ഒറ്റയടിക്ക് ഇപ്പോൾ പി ഓർബിറ്റൽ ഒരു 4 ഇലക്ട്രോൺസ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയൊക്കെ ഫില്ല് ചെയ്യാം? ആദ്യം ഒരു പി എക്സിൽ 2 എണ്ണം പോയിരിക്കാം അല്ലേ, അല്ലെങ്കിൽ പി വൈയിൽ 2 എണ്ണം പോയിരിക്കാം. അപ്പോൾ പി സെഡ് അവിടെ വേക്കൻ്റായി കിടക്കും അല്ലേ. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. 3 എണ്ണത്തിലും ആദ്യം ഓരോന്ന് വീതം ഫില്ല് ചെയ്തിട്ട് പിന്നെ 4ാമത്തെ ഇലക്ട്രോൺ ആദ്യത്തേൽ പോയിട്ട് ചേരും. അപ്പോൾ ആദ്യം എല്ലാറ്റിലും സിംഗിളായിട്ട് ഓക്യുപ്പൈ ചെയ്തതിന് ശേഷം മാത്രമേ പെയറിങ് നടക്കുകയുള്ളൂ എന്നുള്ളതാണ് ഹൺസ് റൂള് പറഞ്ഞത്. ഓക്കെ, ഇനി വേറൊരു കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഓഫ് ദി ഇലക്ട്രോൺസ് ഇൻ സിംഗ്ലി ഓക്യുപ്പൈഡ് ഓർബിറ്റൽസ് ഹാവ് ദി സെയിം സ്പിൻ. അതായത് സെയിം സ്പിന്ന് വരുന്ന ഒരു ഓർബിറ്റൽസ്, ഒരു ഓൾ ഓഫ് ദി ഇലക്ട്രോൺസ് ഇൻ സിംഗ്ലി ഓക്യുപ്പൈഡ് ഓർബിറ്റൽ ഹാവ് ദി സെയിം സ്പിൻ. ഇപ്പോൾ സിംഗിളായിട്ട് ഇങ്ങനെ ഓക്യുപ്പൈ ചെയ്യുന്നതിനൊക്കെ സെയിം സ്പിന്നായിരിക്കും. ഇപ്പോൾ മേലേക്ക് ആരോ മാർക്കിട്ട് കണ്ടിട്ടില്ലേ, മേലേക്ക് ആരോ മാർക്കിട്ട് കഴിഞ്ഞാൽ അർത്ഥം അതിനൊക്കെ ഒരേ സ്പിൻ എന്നാണ്. താഴേക്ക് വരുമ്പോഴാണ്, താഴെയും മേലെയും വരുമ്പോഴാണ് വ്യത്യസ്ത സ്പിന്നുകൾ വരിക എന്നുള്ളതാണ്. കൂടുതലായിട്ട് ചിന്തിക്കേണ്ട, നിങ്ങൾ ആ സെൻറ്റൻസ് ഒന്ന് കാണാതെ പഠിച്ചാൽ മാത്രം മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണെന്നുള്ള ഒരു ടോപ്പിക് ഉണ്ട്. ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതും എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൻ്റെ ടേബിൾ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ടേബിൾ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, എങ്ങനെയാണ് വന്നതെന്ന് അറിയണം. അപ്പോൾ ആദ്യം നമുക്ക് ഹൈഡ്രജൻ എടുക്കാം. ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1 ആണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ഓർഡർ പഠിച്ചില്ലേ, ആഫ്ബ പ്രിൻസിപ്പിൾ 1s 2s 2p 3s എന്നുള്ളത്. അതിൽ ആദ്യം വരുന്ന ആളാരാണ്? 1s ആണ് അല്ലേ. അപ്പോൾ എത്ര ഇലക്ട്രോൺ ഉണ്ട് ഹൈഡ്രജനിൽ? അറ്റോമിക് നമ്പർ 1 ആയതുകൊണ്ട് ഹൈഡ്രജനിൽ 1 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പോൾ അതെങ്ങനെ വരും? 1s1. ആ ഒരു ഇലക്ട്രോൺ എവിടെ പോവും? 1sൽ പോവും. ഇനി ഇലക്ട്രോൺസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ രണ്ടാമത്തെ ഓർബിറ്റിലും ഇല്ല. ഇനി രണ്ടാമത്തെ ആൾ ഹീലിയം ആണ്. ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 2 ആണ്. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ എണ്ണവും 2 ആണ്. ആദ്യത്തെ ഓർബിറ്റിൽ 1s ആണ്. എസ്സിൽ നിങ്ങൾ സൈഡിൽ നോട്ട് ചെയ്ത് വയ്ക്കുക, എസ്സിൽ 2 ഇലക്ട്രോൺ മാത്രമേ പോവുകയുള്ളൂ. പി ആണെന്നുണ്ടെങ്കിൽ 6 ഇലക്ട്രോൺ ആണ് മാക്സിമം. ഡി ആണെന്നുണ്ടെങ്കിൽ 10 ഇലക്ട്രോൺ ആണ് മാക്സിമം. എഫ് ആണെന്നുണ്ടെങ്കിൽ 14 ഇലക്ട്രോൺ ആണ്. ഇത് നമ്മൾ ക്വാണ്ടം നമ്പേഴ്സ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എസ് ഓർബിറ്റലിൽ മാക്സിമം പോകുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം 2, പിയിൽ 6, ഡിയിൽ 10, എഫിൽ 14. സൈഡിൽ നോട്ട് ചെയ്ത് വയ്ക്കാം. ഇനി അടുത്തത് ലിഥിയമാണ്. ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 3 ആണ്. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ എണ്ണം 3 ആണ്. അപ്പോൾ കോൺഫിഗറേഷൻ എങ്ങനെ വരും? 1s 2 കഴിഞ്ഞു, എസ്സിൽ കഴിഞ്ഞു. ഇനി അടുത്ത ഓർബിറ്റിൽ എടുക്കണം. അടുത്ത ഓർബിറ്റിൽ ആരാ? 2s ആണ്. അപ്പോൾ ബാക്കിയുള്ള ഒരു ഇലക്ട്രോൺ 2sൽ പോയി. അപ്പോൾ 1s2 2s1. ഓക്കെ, ഇനി അടുത്തത് ലിഥിയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ബെറിലിയമാണ്. ബെറിലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 4 ആണ്. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ എണ്ണം എത്രയാണ്? 4 ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 1s2 2s2. 2 4ആയി. നമ്മൾ ഇലക്ട്രോൺസിനെ എഴുതുമ്പോൾ മേലെ എഴുതണം കേട്ടോ. അപ്പോൾ അതും ശരിയായി. ഇനി വേറൊരു എക്സാമ്പിൾ, റാൻഡമായിട്ട് ഞാൻ ഇതിന്നൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. നൈട്രജൻ എടുക്കാം. ഇതിലെല്ലാം നിങ്ങൾ പഠിക്കണം. നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ 7 ആണ്. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ എണ്ണം എത്രയാണ്? 7 ആണ് അല്ലേ. നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ 7 ആണ്. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ എണ്ണം 7 ആണ്. അപ്പോൾ നമ്മൾ ഓർഡർ എങ്ങനെയാണ്? ആദ്യം 1sൽ എത്ര ഇലക്ട്രോൺ പോകും? മാക്സിമം 2. പിന്നെ അടുത്തത് 2s, അതിലെത്ര എണ്ണം പോവും? 2. ഇപ്പോൾ എത്രയായി? 2 4ആയി. ഇനി എത്ര ഇലക്ട്രോൺ വേണം? 3 എണ്ണം വേണം. 2s കഴിഞ്ഞാൽ പിന്നെ ആ ഓർഡറിൽ നോക്കി നോക്കുക, ആരാ വരുന്നത്? 2p ആണ് വരുന്നത്. അപ്പോൾ 2pയിൽ 6 ഇലക്ട്രോൺ മാക്സിമം പോകുന്ന സൈഡിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് എത്ര എണ്ണം പോയാൽ മതി? ഇവിടെ 2 4 ഉണ്ട്. ഇനി ബാക്കി 3 എണ്ണം പോയാൽ മതി. അത് പിയിൽ പൊക്കോളും. ഓക്കെ അല്ലേ. വേറൊരു എക്സാമ്പിൾ എടുക്കുന്നത്, ഇപ്പോൾ സോഡിയം എടുക്കാം. സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ വരുന്നത് 11 ആണ്. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ എണ്ണം എത്രയാണ്? 11 ആണ് വരിക. അപ്പോൾ നമ്മൾ എഴുതി ആദ്യം 1sൽ 2 എണ്ണം, പിന്നെ 2sൽ 2 എണ്ണം, പിന്നെ അടുത്തത് 2pയിൽ മാക്സിമം എത്രയാണ് പോവുക? 6 എണ്ണം പോവും. അപ്പോൾ എത്രയായി? ഇവിടെ 2 4, 4 6 10. ഇനി ഒരു ഇലക്ട്രോണും കൂടി ഇല്ലേ. ഇനി 2p കഴിഞ്ഞാൽ അടുത്തത് ഏതാണെന്ന് നോക്കൂ. അടുത്തത് 3s ആണ്. അപ്പോൾ അത് എവിടേക്ക് പോയി? 3sലേക്ക് പോയി. ഇനി കൂടുതൽ എക്സാമ്പിൾസ് നമുക്ക് ക്ലാസ്സിൻ്റെ സമയത്ത് ചെയ്യാം. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1 മുതൽ 20 വരെ ഉള്ളത് നിങ്ങൾ എഴുതണം. നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനിയും വീണ്ടും കുറേ എക്സാമ്പിൾ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തറോ ആയിക്കോളും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.